ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്ലബ് ഹൗസ്? ക്ലബ് ഹൗസ് എന്നാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ലൈവായിട്ട് ചർച്ചകൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് പോകാറുണ്ട് അല്ലേ? 3-4 ആളുകളൊക്കെ ഒരുമിച്ചിട്ട് ലൈവ് പോകാറുണ്ട്. ഇതുപോലെ ലൈവായിട്ട് നമുക്ക് ചർച്ചകൾ ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് ഉണ്ടാവില്ല, ഓഡിയോസ് മാത്രമായിരിക്കും. നമ്മൾ പറയുന്നത് മാത്രമേ ആളുകൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് മാത്രമേ നമ്മളും കേൾക്കത്തുള്ളൂ. അഥവാ അവരെ നമ്മൾ കാണത്തില്ല, വോയിസ് മാത്രമായിരിക്കും. വോയിസിൻ്റെ ബേസിലായിരിക്കും ഈ ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഒരേ സമയം ഒട്ടനവധി ആളുകൾക്ക് ഈ ചർച്ചയിൽ ലൈവായിട്ട് പങ്കെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്പെസിഫിക് ടോപ്പിക്സ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടോപ്പിക്സിലുള്ള കുറേ ഡിസ്കഷൻസ് നമുക്ക് കാണാൻ കഴിയും. കുറേ റൂംസ് എന്നാണ് ഇതിന് പറയുക. അങ്ങനെയുള്ള കുറേ റൂംസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒരു റൂമിൽ ജോയിൻ ചെയ്താൽ ആ റൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലുള്ള ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും പറ്റും. iOS യൂസേഴ്സിന് ആദ്യമേ ലഭിച്ചിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ലഭിക്കുന്നത് മെയ് ആദ്യ വാരത്തിലാണ്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് അതിൻ്റെ ബീറ്റ സ്റ്റേജിലാണ്. ബീറ്റ ആപ്ലിക്കേഷനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്യണം. അഥവാ നമ്മൾ ഇതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും, അഥവാ നമ്മുടെ നമ്പർ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്കൊരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാകും. അവർക്ക് ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ, അവരുടെ ക്ലബ് ഹൗസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നമുക്ക് SMS അയച്ചിട്ട് 5-6 പേരെ വരെയെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ആളുകളെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത് അയാളുടെ പേര് എപ്പോഴും നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കില്ല കാണുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. സോ നിങ്ങളൊരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പേജിലേക്കാണ് നിങ്ങൾ പോവുക. ഇത്തരത്തിൽ ഒരുപാട് റൂംസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഈ റൂംസിലൊക്കെ അതിൻ്റെ ഹെഡിങ് ഉണ്ടാവും. മുകളിൽ തന്നെ ദ മലയാളി ക്ലബ്ബ്, അതുപോലെ തന്നെ ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ ഒരു മൈക്ക് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഹാസ് മലയാളി ക്ലബ് ഹൗസ് ബിക്കം എ ഇൻടോളറൻറ്റ് സ്പേസ്. അതുപോലെ ഒരുപാട് റൂംസ്, ചാറ്റ് റൂംസ് നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. കയറിയിട്ട് അവർ പറയുന്നത് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. പലപ്പോഴും ജിയെ കുറിച്ച് ബ്ലോഗിലൊക്കെ ജിയും തമ്മിൽ ഒരുപാട് അതെ. അപ്പം ഈ സാധാരണഗതിയിൽ ഈ ബ്ലോഗൊക്കെ എഴുതുമ്പോൾ ഒരുപാട് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കലാകാരന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുപോലെയാണ് ഇതിലെ ചാറ്റിംഗ് റൂമിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു കേൾവിക്കാരനായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി എനിക്കിതിലെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ താഴെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു കൈപ്പത്തിയുടെ ആ ഒരു സിമ്പിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ താഴെയുള്ള ആ ഒരു കൈപ്പത്തിയുടെ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ളവർ നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യും, സ്പീക്കറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതിൽ നമ്മൾ ജോയിൻ എ സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മൈക്കിൻ്റെ ആ ഒരു സിമ്പൽ ഓണാവും. അത് നമുക്ക് ഓഫാക്കി വെക്കാം. നമ്മൾ സംസാരിക്കാത്ത സമയത്ത് ഓഫാക്കി വെക്കാം. നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് നമുക്കത് ആ ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ ഒരു റൂമിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ പറ്റും. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ, നമ്മുടെ കോൺടാക്റ്റിലുള്ളവരെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് റൂംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ 3 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക: ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ്. ഓപ്പൺ എന്നാൽ എല്ലാവർക്കുമായിട്ട്, ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു റൂം. ഈ മലയാളി കഫേ എന്ന് കാണുന്നത് ഞാനൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലബ്ബാണ് മലയാളി കഫേ, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. നിങ്ങൾക്ക് നോർമലി ഈ 3 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുമായിട്ടൊരു റൂം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസുമായിട്ട് ഒരു റൂം സ്റ്റാർട്ട് ചെയ്യാനാണ് ആ ഒരു ക്ലോസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ആ ഒരു എൻവലപ്പിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ, മുകളിലുള്ള എൻവലപ്പിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 5-6 പേരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ലിങ്ക് വാട്സപ്പ് വഴിയോ SMS ആയിട്ടോ അയച്ചു കൊടുത്തിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാതെ കൂടുതൽ പേരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ആളുകൾ, ഇതിൽ രജിസ്റ്റർ ചെയ്തവരുണ്ടാവും, ആരും ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ രജിസ്റ്റർ ചെയ്തവർ. അങ്ങനെ നമ്മുടെ കോൺടാക്റ്റിൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ ബെല്ലൈക്കണിൽ പോയാൽ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ അവരെ നമ്മൾ ലെറ്റ് ദം ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ലെറ്റ് ദം ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ അവരെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ അങ്ങനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ സെക്ഷനിൽ നമ്മളെ പേരുണ്ടാവും, നോമിനേറ്റഡ് ബൈ രോഹിത് എസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത് മുഹമ്മദ് ആഷിർ എന്ന എൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ സെക്ഷനിൽ കണ്ടോ
നോമിനേറ്റഡ് ബൈ മുഹമ്മദ് ആഷിർ, ജോയിൻഡ് May 27, 2021. അപ്പോൾ അവൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഞാനുള്ള ക്ലബ്ബും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സപ്പോസ് നമ്മൾ ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തു, അതിലെന്തെങ്കിലും ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ടോപ്പിക്സ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും, വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സമയത്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റിങ്സിൽ പോയിട്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഏതെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓരോ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഉണ്ട്. ഫിറ്റ്നസ്, അതുപോലെ തന്നെ സൈക്ലിങ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അങ്ങനെ പല തരത്തിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പല തരത്തിലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹോം പേജിൽ റൂംസ് കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം ആക്റ്റീവായിട്ടുള്ള റൂംസും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ കാണിക്കും. അധികവും ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള റൂംസ്, അതൊക്കെയാണ് അധികവും കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സെലക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള റൂംസും കാണിക്കുന്നതായിരിക്കും. ഇനി ആ കലണ്ടറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള റൂംസിലെ അപ്കമിങ് ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഉണ്ണി മുകുന്ദനോടൊപ്പം 6:30 7 മണിക്ക് കേരള ക്ലബ് ഹൗസ് സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ ക്ലബ്ബുകളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും, പുതിയ ആളുകളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ സൈക്ലിംഗ് സെർച്ച് ചെയ്യാണ്. ഒരുപാട് ക്ലബ്ബുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ കണ്ടക്ട് ചെയ്യുന്ന റൂംസിൽ അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന കോൺവെർസേഷൻസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പോയാൽ ഇങ്ങനെയാണ് കാണിക്കുക. നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ പോയിട്ട് ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക. കുറച്ച് ദിവസം ഇതിന് കഴിയേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വോയിസ് ഓൺലി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിന് മലയാളീസിൻ്റെ ഇടയിൽ വലിയൊരു റീച്ച് കിട്ടത്തില്ല എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ അന്നപ്പോൾ ഈ മെയ് മാസത്തിൽ ആദ്യ വീക്കിൽ ഇത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാഞ്ഞത് ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഒരുപാട് മലയാളികളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് തോന്നി. സോ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.